പാർട്ട് 1 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. പാർട്ട് 1ലും പാർട്ട് 2ലായിട്ട് നമ്മൾ എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, അതിന്റെ ഫീച്ചേഴ്സ്, അതേപോലെ മൾട്ടിപ്ലെക്സിങ് എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലെക്സിങ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്ന് വരുന്ന ടോപ്പിക്കാണ് GPRS ആൻഡ് 2.5G. എന്താണ് GPRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? GPRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൊബൈൽ ഡാറ്റ സർവീസസ് ആണ്. ഇത് മെയിൻലി GSM-ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. GSM നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. അപ്പൊ ആ ഒരു നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ GPRS ആണ്. GPRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി റേഡിയോ വേവ്സ് ആണ് ഇവിടെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് പാക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൊബൈൽ സർവീസസ് ആണ്. അതായത് നമുക്ക് സർക്യൂട്ട് സ്വിച്ചിങ് ഉണ്ട്, അതേപോലെ പാക്കറ്റ് ഓറിയന്റഡ് ഉണ്ട് അല്ലെ. ഈ പാക്കറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് അയക്കാനുള്ള ഡാറ്റ, ഷെയർ ചെയ്യാനുള്ള ഡാറ്റാസിനെ സ്മോൾ പീസസ് ആക്കിയിട്ട് ആ ഓരോ പീസസ് ആയിട്ട് അതിനെ ഷെയർ ചെയ്യുന്നതാണ് പാക്കറ്റ് ഓറിയന്റഡ് മൊബൈൽ ഡാറ്റ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പാക്കറ്റ് സ്വിച്ചിങ് നമ്മൾ പറയും. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തത് യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 3GPP ആണ്. ഓക്കെ, GPRS നമ്മൾ പറഞ്ഞു പാക്കറ്റ് സ്വിച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്, സർക്യൂട്ട് സ്വിച്ചിങ് അല്ല. സർക്യൂട്ട് സ്വിച്ചിങ് ആവുന്ന സമയത്ത് നമുക്ക് പാത്തും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ അതൊന്നുമില്ല. നമുക്ക് വേണ്ടപ്പോൾ ഡാറ്റ എന്ത് ചെയ്യുക, ചെറിയ പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ദെൻ GPRS എപ്പോഴും ഓൺലൈൻ ആണ്, അതായത് ഓൾവേസ് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണോ അപ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. നെറ്റ്വർക്ക് കപ്പാസിറ്റി ബെറ്റർ യൂട്ടിലൈസ്ഡ് ആണ് ഇവിടെ. നെറ്റ്വർക്ക് കപ്പാസിറ്റി കമ്പാരാറ്റീവ്ലി ഇവിടെ ബെറ്റർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, GPS പ്രൊവൈഡ് ഫാസ്റ്റ് ആൻഡ് ചീപ്പ് ഡാറ്റ ട്രാൻസ്മിഷൻ ദാൻ GSM. GSM-നേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതേപോലെ അത് ചീപ്പാണ്. ഓക്കെ, കമ്പാരറ്റീവ്ലി ഇറ്റ് സപ്പോർട്ട് ഡാറ്റ സ്പീഡ് 7 to 14 KB/s, അതേപോലെ റിയൽ സ്പീഡ് അറൌണ്ട് 20 to 50 KB/s ആയിട്ടാണ് നമുക്ക് ഡാറ്റാസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. GPRS വരുന്നതിന് ബിഫോർ GPRS 2G നെറ്റ്വർക്ക്സ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടെയും നമുക്ക് എന്താണ് പാക്കറ്റ് സ്വിച്ചിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2G നെറ്റ്വർക്ക് ആവുന്ന സമയത്ത് ഈവൻ ഡാറ്റ ഇല്ലെങ്കിലും അവിടെ ഒരു കണക്ഷൻ നമുക്ക് വേണ്ടിയിരുന്നു. പക്ഷേ GPRS ആകുമ്പോൾ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാനില്ലെങ്കിൽ അവിടെ ഒരു കണക്ഷൻസും ഉണ്ടാവില്ല. ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഫിക്സഡ് കണക്ഷൻ റിസർവ് ചെയ്ത് വെക്കുന്നത്. അല്ലാതെ നമ്മൾ 2Gയിലാവുന്ന സമയത്ത് ഒരുപാട് ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസസ് ഒക്കെ എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. അപ്പം ഡാറ്റ എപ്പോഴാണ് ഷെയർ ചെയ്യാനുള്ളത് അപ്പം മാത്രം കണക്ഷൻ മതി GPRS-ൽ. ഇവിടെ നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ട് GPRS ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റും? അതായത് GPRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇന്റർനെറ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മള് ഈ GPRS-ന്റെ ഡാറ്റ നമ്മൾ എത്ര ഡാറ്റ യൂസ് ചെയ്തോ അതിന് മാത്രം നമ്മൾ എന്താണ് ചാർജ് ഇടുള്ളൂ. അതായത് നോർമലി നമ്മൾ ഇപ്പൊ ഒരു 1 അവർ നമുക്ക് കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ 1 അവറിന്റെ ചാർജ് ആയിരിക്കും അതിടുക. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ വെറും ഒരു 50 MB ആണെങ്കിൽ ആ ഒരു 50 MB ചാർജ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇവിടെ എത്ര നേരം നമ്മൾ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, എത്ര ഡാറ്റ യൂസ് ചെയ്യുന്നു എന്നാണ് GPRS കൺസിഡർ ചെയ്യുക. ഓക്കെ, ദെൻ കണക്ഷൻ ഷെയർഡ് ആയതുകൊണ്ട് തന്നെ മെനി യൂസേഴ്സിന് ഡാറ്റ സെയിം ടൈം GPRS യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ചീപ്പർ ആൻഡ് മോർ എഫിഷ്യന്റ് ദാൻ ഓൾഡ് 2G ഡാറ്റ സർവീസസ്. 2G ഡാറ്റ സർവീസസിനേക്കാൾ എന്താണ് ഭയങ്കര എഫിഷ്യന്റും ചീപ്പും ആണ് GPRS. ഓക്കെ, എന്തുകൊണ്ട് ഇതിന് 2.5G എന്ന് പറയുന്നു? അത് 2Gനേക്കാൾ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്നാൽ 3Gന്റെ അത്ര ഫീച്ചേഴ്സ് ഇല്ലതാനും. അങ്ങനത്തെ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 2.5G എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരിക്കലും 2.5G എന്ന് പറഞ്ഞിട്ട് ഒരു ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടൊന്നും ഇല്ല. നമുക്ക് 2G 3G 4G 5G അതല്ലേ ഉള്ളൂ. പക്ഷേ ഇതിനെ നമുക്ക് എന്താണ് ഇതിന്റെ ഇടയിലാണെന്ന് പറയാം, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. 2നേക്കാളുണ്ട്, പക്ഷെ 3ന്റെ അത്ര ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരു ഒഫീഷ്യൽ ജനറേഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല.
ഓക്കെ, ഈ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് GPRS വരുന്നത്? നമുക്ക് പാക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് സർവീസസ് ഗുഡ് ആണ്. ഓക്കെ, റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഇമെയിൽസും വെബ് ബ്രൗസിംഗ് ഒക്കെ ഇവിടെ എന്താണ് സ്യൂട്ടബിൾ ആണ്. അത് ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് ആണെന്ന് പറയാം. അതേപോലെ ഒരേ ടൈമിൽ ഒരുപാട് യൂസേഴ്സിന് എന്ത് ചെയ്യാം, ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ്. ദെൻ നമ്മൾ എന്താണ് ഒരുപാട് റേഡിയോ ചാനൽസും അതേപോലെ ടൈം സ്ലോട്ട്സ് ഒക്കെ നമ്മൾ യൂസറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സെയിം 2G മോഡുലേഷൻ ബട്ട് യൂസ് എ ന്യൂ എയർ ഇന്റർഫേസ്. അതായത് വയർലെസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ 2Gനേക്കാൾ എന്താണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ GPRS യൂസ് ചെയ്യുന്നത്. ഹൈ ഡാറ്റ സ്പീഡ് ആണ്. ദെൻ എറർ കണക്ഷൻ ഹാൻഡിൽഡ് ബൈ അപ്ലിക്കേഷൻസ് ആണ് ഈ എറർ വരുന്ന കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ സർവീസസ് ആണ് GPRS കൊടുക്കുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് SMS ആൻഡ് SMS ബ്രോഡ്കാസ്റ്റിംഗ്. അത് നമുക്ക് ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കലില്ലേ, അത് ഓരോരുത്തർക്ക് അയക്കല്ലോ ചെയ്യാ. ഒരു മെസ്സേജ് ഒരു ടൈമില് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ വാട്സപ്പ് അല്ലാന്നേ ഉള്ളൂ, ഈ സെയിം സാധനം നമുക്ക് SMS യൂസ് ചെയ്യുന്നത് GPRS ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇത് പ്രൊവൈഡ് ചെയ്തത് GPRS ആണ്. അതിന്റെ മുന്നുള്ള വേർഷൻസിലൊന്നും അതില്ലായിരുന്നു. നമുക്ക് SMS ആൻഡ് SMS ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് SMS കൊടുക്കാം. ദെൻ MMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസസ്. അതായത് SMS പോലെ തന്നെ നമുക്ക് എന്താണ് മീഡിയാസ് ഷെയർ ചെയ്യാം. വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്ചർ ഒക്കെ SMS വഴി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് MMS. ദ ഇന്റർനെറ്റ് അസസ് യൂസിങ് വാപ്പ്. ഓക്കെ, ഇന്റർനെറ്റ് നമുക്ക് എങ്ങനെ അക്സസ് ചെയ്യാം? വാപ്പ് യൂസ് ചെയ്തിട്ട്, അതായത് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനെറ്റിനെ അക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആൻഡ് പ്രസന്റ് സർവീസസ്. അതിപ്പോ നമ്മൾ വാട്സപ്പ് പോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ റിസീവറിന് അപ്പം തന്നെ കിട്ടും, റിസീവറിന് അപ്പം തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യാം, നമുക്കത് വായിച്ച് അപ്പം തന്നെ അതിന് റിപ്ലൈ കൊടുക്കാം. അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജസ് നമുക്ക് അയക്കാൻ പറ്റും. അതേപോലെ പ്രസന്റ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഓൺലൈൻ എന്ന് കാണിക്കും. ഇപ്പൊ ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ കാണില്ലേ, ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ എന്ന് കാണിക്കും. അപ്പൊ ആ ഒരു അയാൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള പ്രസന്റ് സർവീസസും കൂടെ GPRS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പുഷ് ടു ടോക്ക് ഓവർ സെല്ലുലാർ. ഈ പുഷ് ടു ടോക്ക് ഓവർ സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വോക്കി ടോക്കി പോലെ നമുക്ക് ജസ്റ്റ് പറയാനുള്ളത് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് പറഞ്ഞിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് സർവീസസും GPRS ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ പോയിന്റ് ടു പോയിന്റ് P2P ആൻഡ് പോയിന്റ് ടു മൾട്ടി പോയിന്റ്. അതായത് ഒരു യൂസർക്ക് ഇപ്പോ ഒരു സെൻഡറും ഒരു റിസീവറും. മൾട്ടി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്ററിന് മൾട്ടിപ്പിൾ റിസീവറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് GPRS ആണ്. അതുകൊണ്ട് എന്താണ് GPRS കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് GPRSനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിന്റെ സർവീസസും ഇതിന്റെ ഫീച്ചേഴ്സും അതുപോലെ എന്തുകൊണ്ട് അത് 2.5G ആയി, ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇതിനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ GPRS എന്താന്നുള്ളതും അതിന്റെ സർവീസസും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 3G. ഓക്കെ, തേർഡ് ജനറേഷൻ. എന്താ 3G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി 1980s ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ 3G ടെക്നോളജിനെ പറ്റി റീസെർച്ച് ചെയ്യുന്നത്. 3G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു വയർലെസ് ടെക്നോളജിയാണ്. പക്ഷെ അതെന്താണ് ഹൈ സ്പീഡ് ഡാറ്റ ആൻഡ് വോയിസ് സർവീസസ് മൊബൈൽ സർവീസസിൽ തരുന്നുണ്ട്. ഓക്കെ, allow high speed data and voice services on mobile devices. ഈ 3G Wi-Fi devices support both 3G cellular data and Wi-Fi. ഈ 3G എത്തിയ സമയത്താണ് നമുക്ക് മൊബൈൽ ഡാറ്റാസും യൂസ് ചെയ്യാം, അതേപോലെ വൈഫൈയും യൂസ് ചെയ്യാൻ പറ്റുന്ന ആ രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുന്നത് 3Gയിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആപ്പിൾ ഐപാഡ്, ആമസോൺ കിൻഡിലിനൊക്കെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന കുറച്ച് മോഡൽസ് ആണ്. ദെൻ 3G പ്ലസ് വൈഫൈ ആവുന്ന സമയത്ത് എന്താണ് നമുക്ക് ഇന്റർനെറ്റ് എവിടുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതേപോലെ വൈഫൈ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോട്ട്സ്പോട്ടും 3G തേർഡ് ജനറേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 3G പ്ലസ് വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ടൈം എനിവർ ഇന്റർനെറ്റ് ആക്സസ് ആണ്. ടൈം ലിമിറ്റോ കാര്യമില്ല, ഇന്ന സ്ഥലമായിരിക്കണം എന്നില്ല. എനി ടൈം എനിവർ ഇന്റർനെറ്റ് ആക്സസിനെയാണ് 3G സപ്പോർട്ട് ചെയ്യുന്നത്.
ഓക്കെ. ഇനി എന്തൊക്കെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നെറ്റ്വർക്ക് കൺജഷൻ കുറച്ചും കൂടെ കുറച്ചു. കാരണം ന്യൂ റേഡിയോ സ്പെക്ട്രംസ് ഒരുപാട് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഡാറ്റ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺജക്ഷനെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതേപോലെ കപ്പാസിറ്റി, സെക്യൂരിറ്റി, റിലയബിലിറ്റി ഇത് മൂന്നും ഇൻക്രീസ് ചെയ്തു. ദെൻ പാക്കറ്റ് സ്വിച്ച്ഡ് IP കണക്ടിവിറ്റി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഡിവൈസ് എപ്പോഴും നെറ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് ആണ്, സർക്യൂട്ട് അല്ല, പാക്കറ്റ് സ്വിച്ചിങ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അതും IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ കണക്ടിവിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡ് ആൻഡ് ബെറ്റർ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ സർവീസസ് തരുന്നുണ്ട്. അതേപോലെ വോയിസ് കോൾസ്, വീഡിയോ കോൾസ്, ഇന്റർനെറ്റ് ബ്രൗസിങ്, മൾട്ടിമീഡിയ സർവീസസ് ഇതെല്ലാം 3G ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഡാറ്റ റേറ്റ്സ് വരുന്നത് 60 40 144. ഇതിന്റെ ഡാറ്റ റേറ്റ് വരുന്നത് 144 KB/s ആണ്. ദെൻ ഇത് എന്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? മൊബൈൽ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ TV-യിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് വയർലെസ് ഇന്റർനെറ്റ്സിലൊക്കെ നമ്മൾ ഈ 3G യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ്? ഏതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് എന്നോ? റിക്വയർ ന്യൂ ആൻഡ് ഡിഫറെന്റ് ഹാൻഡ്സെറ്റ്. ഒരുപാട് ഹാൻഡ്സെറ്റ്സ് ഇതിന് നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ ഹെവി യൂസേജ് ആവുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് ചിലപ്പം ഇനഫ് ആവാത്ത സ്റ്റേജസ് ഉണ്ടാവാറുണ്ട്. പിന്നെ 3G ഫോൺസിന് ഒരുപാട് ബാറ്ററി കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ എക്സ്പെൻസീവ് ആണ്, അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഷോർട്ടർ റേഞ്ച് മീൻസ് ടവർ മസ്റ്റ് ബി ക്ലോസ്. ആ ടവറിന്റെ അടുത്തുള്ള ആൾക്കാർക്ക് എന്താണ് കൂടുതൽ ഡാറ്റാസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഷോർട്ട് റേഞ്ച് ആണ് ഓരോ ടവറിനും ഉള്ളത്. അപ്പൊ ആ ഒരു ടവറിന്റെ ഏരിയയുള്ള ആൾക്കാർക്കായിരിക്കും ഡാറ്റ എപ്പോഴും അസസ് ചെയ്യുന്നത്. പിന്നെ ഓവറോൾ കോസ്റ്റ് ഇതിൻ്റെത് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം സ്പെക്ട്രം ലൈസൻസ് എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി നെറ്റ്വർക്ക് ഡെപ്ലോയ്മെന്റ് ആണ്, സബ്സിഡീസ് ഓഫ് 3G ഹാൻഡ്സെറ്റ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എന്താണ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ ആണ് 3Gക്ക്. ഓക്കെ, ദെൻ എന്തുകൊണ്ട് ഈ 3G ഫേസ് ഔട്ട് ആയി എന്ന് പറയാനുള്ള റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓൾഡ് ടെക്നോളജീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോൾ 3G എന്താണ് അതിന്റെ സർവീസസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ടെലി കമ്പനീസ് ഒക്കെ അതിന്റെ സർവീസസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ 3G സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ബാൻഡ് വിഡ്ത്തിൽ 4Gയും 5Gയും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്താണ് ഫാസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടാനുള്ള റീസൺ ഇതാണ്. കാരണം 3Gന്റെ ബാൻഡ് വിഡ്ത്ത് ഒക്കെ ഫ്രീ ആയപ്പോൾ നമുക്ക് ഇതേപോലെ 4G 5G നെറ്റ്വർക്സിന്റെ ഒക്കെ സ്പീഡൊക്കെ ഇൻക്രീസ് ആയി. Then people who use 3G or some 4G devices without voice over LTE ആണ് won't able to access ഇന്റർനെറ്റ് അസസ് ചെയ്യാൻ പറ്റാതെയായി. ഈ ഡിവൈസസ് വിത്തൗട്ട് വോൾട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസിന് ഇന്റർനെറ്റ് അസസ് ചെയ്യാൻ പറ്റാതെയായി. ഇതാണ് ഇതിന്റെ റീസൺ, 3G ഫേസ് ഔട്ട് ആവാനുള്ള റീസൺ. ഓക്കെ, ഇനി എന്താ ഫോർത്ത് ജനറേഷൻ? ഫോർത്ത് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ജനറേഷനേക്കാൾ കമ്പാരിറ്റീവ്ലി ബ്രോഡ്ബാൻഡ് സർവീസസും അതേപോലെ ഇന്റർനെറ്റിന്റെ സ്പീഡും കമ്പാരിറ്റീവ്ലി ഹൈ ആയി. ആ ഒരു ഫേസ് ആണ് 4G, ഫോർത്ത് ജനറേഷൻ. ഇവിടെ നമ്മൾ എന്താണ് ഫുള്ളി IP ബേസ്ഡ് ആണ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ബേസ്ഡ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി ഇതിന്റെ വർക്ക് ചെയ്യുന്നത്. അതായത് വോയിസ്, ഡാറ്റ, വീഡിയോ എല്ലാം പാക്കറ്റ് സ്വിച്ചിങ് ആണ്. ഇന്റർനെറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഡിഫൈൻസ് 4G സ്റ്റാൻഡേർഡ് അണ്ടർ IMT അഡ്വാൻസ്. IMT മീൻസ് ഇന്റർനാഷണൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആ കുറച്ച് അഡ്വാൻസ്ഡ് ഇതിലാണ് 4Gനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ മൊബൈൽ ഡിവൈസസ് കണക്ട് ടു ദ നെറ്റ്വർക്ക് യൂസിങ് റേഡിയോ വേവ്സ് ത്രൂ ആന്റിനാസ്. നമ്മൾ റേഡിയോ വേവ്സ് ആണ് ഇവിടെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത്, അതും ആന്റിന ത്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. അതായത് മൾട്ടിപ്പിൾ ആന്റിനാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും അതേപോലെ റിസീവ് ചെയ്യാനും പറ്റുന്നു. അത് എന്താണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ നെറ്റ്വർക്ക് കപ്പാസിറ്റി കൂട്ടാനും ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ OFDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ഡാറ്റനെ ചെറിയ ചെറിയ സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OFDM എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ദിസ് ടെക്നോളജി പ്രൊവൈഡ് മച്ച് ഹയർ സ്പീഡ് ആൻഡ് ബാൻഡ് വിഡ്ത്ത് ദാൻ
3G. അപ്പൊ ഈ രണ്ട് ടെക്നോളജീസ് കൊണ്ടാണ് മെയിൻലി നമുക്ക് 4G നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ 3Gനേക്കാൾ കുറച്ചും കൂടെ ഹൈ സ്പീഡ് ഫീൽ ചെയ്യുന്നത് ഈ രണ്ട് ടെക്നോളജീസ് ഉള്ളത് കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആന്റിനാസ്, ഒരു ആന്റിനാസിന് പകരം നമ്മൾ ഒരുപാട് ആന്റിനാസ് യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്പീഡും അതേപോലെ കപ്പാസിറ്റിയും കൂടുന്നു. അതേപോലെ ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഡാറ്റാസിനെ കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് ആ സിഗ്നൽസ് ഷെയർ ചെയ്യുമ്പോൾ, ചെറിയ ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്താണ്, സ്പീഡും ഇൻക്രീസ് ആവുന്നത്. ഓക്കെ. ദെൻ 3G നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് TDMA അതേപോലെ CDMA ആണ്. TDMA എന്ന് പറഞ്ഞാൽ ടൈം ഡിവിഷൻ, അതേപോലെ CD എന്ന് പറഞ്ഞാൽ കോഡ് ഡിവിഷൻ. ഈ രണ്ട് കേസസിലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും എന്താണ്, OFDMനേക്കാൾ കുറച്ചും കൂടെ സ്ലോ ആണ്. അതാണ് 3Gയിൽ യൂസ് ചെയ്യുന്നത്. OFDM എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് വേർഷൻ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് 4G നെറ്റ്വർക്കിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. വോയിസും ഡാറ്റ സിഗ്നൽസും എല്ലാം ഇവിടെ എന്താണ്, പാക്കറ്റ് സ്വിച്ചിങ് വൈസ് ആണ്. അതായത് കംപ്ലീറ്റ്ലി IP ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് സ്വിച്ചിങ്, സർക്യൂട്ട് സ്വിച്ചിങ് അല്ല, പാക്കറ്റ് സ്വിച്ചിങ് ആണ്. അത് തന്നെ കംപ്ലീറ്റ്ലി IP ബേസ്ഡ് ആയിട്ടുള്ളതാണ് 4G നെറ്റ്വർക്കിൽ വരുന്നത്. അടുത്ത ഫീച്ചറാണ് ഹൈ ഡാറ്റ സ്പീഡ്. വെരി ഹൈ ഡാറ്റ സ്പീഡ് ആണ് 4G നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ 4G നെറ്റ്വർക്ക് ഹൈ മൊബിലിറ്റി യൂസേഴ്സിന്, അതായത് ഇപ്പം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ 100 MB/s, ഇനി അതല്ല ട്രാവൽ ചെയ്യാണ്ട് വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ അങ്ങനെ ഇരിക്കുന്ന യൂസേഴ്സിന് 1 GB/s എന്താണ് 4G നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ഹൈ സ്പീഡ് ഡാറ്റയാണ് 4G നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇതിന് എഫിഷ്യന്റ് ബാൻഡ് വിഡ്ത്ത് യൂസേജ് ആണ്. ദെൻ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് 24 hours into 7 days, അല്ലെ, 7 daysലും ഇത് കിട്ടുന്നുണ്ട്. അതായത് എനി ടൈം നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. ഇതും 4G നെറ്റ്വർക്കിന്റെ ഒരു ഫീച്ചറാണ്. ദെൻ 4G നെറ്റ്വർക്കിനെ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ലോങ് ടേം ഇവാലുവേഷൻ, LTE ആൻഡ് വേൾഡ് വൈഡ് ഇന്ററോപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് അസസ്, WiMAX. ഓക്കെ, അപ്പൊ അത് രണ്ടും എന്താന്നുള്ളത് നോക്കാം. 4Gന്റെ രണ്ട് കാറ്റഗറൈസേഷൻ ആണിത്. അതിൽ ഫസ്റ്റ് ആണ് ലോങ് ടേം ഇവാലുവേഷൻ, LTE. നമ്മൾ മൊബൈൽ ഫോൺസിൽ ചില സമയത്ത് നെറ്റ് സ്ലോ ആവുന്ന സമയത്ത് നമുക്ക് അതായത് 5G നെറ്റ്വർക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 4Gയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സിഗ്നൽ കാണുന്ന ഏറ്റവും മുകളിലുള്ള ആ സിഗ്നലിന്റെ സിമ്പൽ ഇല്ലേ, അവിടെ LTE എന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. LTE ആണ് ഈ LTE, ലോങ് ടേം ഇവാലുവേഷൻ. ലോങ് ടേം ഇവാലുവേഷൻ എന്ന് പറയുന്നത് 3Gന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ്. അത് ഫാസ്റ്റ് ഇന്റർനെറ്റ് സ്പീഡും ബെറ്റർ നെറ്റ്വർക്ക് പെർഫോമൻസും ഇത് നമുക്ക് തരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Gന്റെയും 4Gന്റെയും കമ്പൈൻഡ് ടെക്നോളജിയാണ് നമ്മൾ LTEയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ സ്പീഡ് ആൻഡ് മോർ കപ്പാസിറ്റി ദാൻ 3G. 3Gനേക്കാൾ ഹയർ സ്പീഡും മോർ കപ്പാസിറ്റിയും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ 100 MB/s, അപ്ലോഡ് ചെയ്യാൻ 30 MB/s ആണ് LTEയിലുള്ളത്. ഓക്കെ, LTEനെ നമ്മൾ കോമൺലി 4G LTE എന്നുള്ള നെയിമിൽ കാണാം. പക്ഷെ അത് ഒരിക്കലും ഒരു 4G ആയിട്ട് ITU ഡിക്ലെയർ ചെയ്തിട്ടില്ല. ITU മീൻസ് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. അത് നമുക്ക് എന്താണ്, ഇതൊരു ഒഫീഷ്യൽ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ടില്ല. നേരത്തെ നമ്മൾ പഠിച്ച 2.5G പോലെ 2.5Gനെ നമുക്ക് എന്താണ് ഒഫീഷ്യലി അതിന് ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ. അതേപോലെ ഒരു ട്രൂ 4G ആയിട്ട് ഈ LTEനെ കൺസിഡർ ചെയ്യുന്നില്ല. ട്രൂ 4G ആവുന്ന സമയത്ത് അതിന് 1 GB/s ആണ് സ്റ്റേഷനറി യൂസേഴ്സിന്. അതായത് പിന്നെ മൊബിലിറ്റി ഇല്ലാത്ത യൂസേഴ്സിന്, ലോ മൊബിലിറ്റി യൂസേഴ്സിന്. ഹൈ മൊബിലിറ്റി യൂസേഴ്സിന് 100 MB/s ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് 17 MB/s ആണ് 2021 ആവറേജ് ആയിട്ട് ഇത് പറയുന്നത്. അതേപോലെ അപ്ലോഡ് ചെയ്യാൻ 12 MB/s ആണ്. ദെൻ സപ്പോർട്ട് വോയിസ് ഓവർ LTE ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, LTEന്റെ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം. അതായത് നമ്മൾ കോൾസ് എല്ലാം ഭയങ്കര ക്ലിയർ ഉള്ള വോയിസ് കോൾസ് ആണ്. അതേപോലെ തന്നെ നോ ജേർക്കിംഗ് ഓർ ലാഗിങ് ഒന്നും, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ജേർക്കിങ്ങോ ലാഗിങ്ങോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ദെൻ LTEയിൽ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് LTE ഉണ്ട്. അഡ്വാൻസ്ഡ് LTE എന്ന് പറയുന്നത് 2-3 ടൈം ബെറ്റർ പെർഫോമൻസ് ദാൻ നോർമൽ LTE. നോർമൽ LTEനേക്കാൾ ഹൈ സ്പീഡും ഹൈ പെർഫോമൻസും, അതായത് 2-3 ടൈംസ്
മോർ തരുന്നുണ്ട് LG അഡ്വാൻസ്. ദെൻ ഇതിൽ നമുക്ക് എന്താ, സിഗ്നൽസ് ഇംപ്രൂവ്ഡ് ആണ്, സ്പീഡ് ഇംപ്രൂവ് ആണ്, റിലയബിലിറ്റി എല്ലാം അഡ്വാൻസിൽ കുറച്ചും കൂടെ, ആ വേർഡ് തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല, അഡ്വാൻസിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടെക്നോളജി ആണ് വൈമാക്സ്. വൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഇന്ററോപ്പറബിലിറ്റി ആണ്, അല്ലെ, മൊബൈൽ ആക്സസിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഇപ്പൊ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു വാസ്റ്റ് ഏരിയ നമ്മൾ എടുക്കുക, ഒരു സിറ്റി, ഒരു മെട്രോപൊളിറ്റൻ സിറ്റി, അങ്ങനത്തെ ആ ഒരു വലിയ ഏരിയയിൽ ഹൈ സ്പീഡ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നോളജീനെയാണ് നമ്മൾ വൈമാക്സ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 4G, ഇറ്റ് ഈസ് കോൾഡ് 4G കട്ട്, ബിക്കോസ് ഇതെന്താണ്, മൊബൈൽ ബ്രോഡ്ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് 4G ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ 20 MHz ആണ് വൈഡ് ചാനൽസിന്റെ ഹൈ സ്പീഡ് വരുന്നത്. ദെൻ ഡൗൺലോഡ് ചെയ്യാൻ 12 പീക്ക് സ്പീഡ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ 128 MB/s, അപ്ലിങ്ക് ചെയ്യാൻ 56 MB/s ആണ് വൈമാക്സ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് IEEE 802.16 സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് മൈക്രോവേവ്സ്, വയർലെസ് ടെക്നോളജി ഒക്കെ ഈ ഒരു വൈമാക്സ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ വൈമാക്സ് ഫോറം ഇൻ 2001 ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2001 വൈമാക്സ് ഫോറം. ആദ്യം ഇത് അറിയപ്പെടുന്നത് ഫിക്സഡ് വൈമാക്സ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ ഈ ടെക്നോളജി വൈമാക്സ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല, ജസ്റ്റ് എന്താണ്, ഒരു വൈഡ് ഏരിയയിൽ, എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു മെട്രോപൊളിറ്റൻ സിറ്റി എടുക്കുകയാണെങ്കിൽ ആ സിറ്റിയിൽ കംപ്ലീറ്റ് ഹൈ സ്പീഡ് ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടെക്നോളജിയാണ് വൈമാക്സ്. ഓക്കെ, നമ്മളിനി ഫീച്ചർ ഓഫ് വൈമാക്സ് ആണ് നോക്കുന്നത്. ഇംപ്രൂവ് ബ്രോഡ്ബാൻഡ് വയർലെസ് access യൂസിങ് WBA, അതായത് ബ്രോഡ്ബാൻഡ് വയർലെസ് access നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, ബ്രോഡ്ബാൻഡ് വയർലെസിന്റെ access ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹൈ ഡാറ്റ റേറ്റ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഏർലി വൈമാക്സ് എല്ലാം 30 to 40 MB/s ആയിരുന്നു ഡാറ്റാസ് ഷെയർ ചെയ്യാൻ പറ്റിയത്. പക്ഷെ 2011, അതായത് ഏർലി, പിന്നെ ഫൈനൽ നമ്മൾ അപ്ഡേറ്റഡ് വേർഷനിൽ നമുക്ക് എന്താണ് 1 GB/s വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വൈഫൈ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ പവർഫുൾ ആണ്. നിക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ ഓൺ സ്റ്റെറോയിഡ്സ് എന്നാണ് ഇതിന്റെ നിക് നെയിം വരുന്നത്. അതായത് വൈഫൈനേക്കാൾ കുറച്ചും കൂടെ പവർഫുൾ ആണ്. ഓക്കെ, ഡിഫറെന്റ് ഫ്രം വൈഫൈ. ഇതിന് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിൽ തന്നെ ലോങ് റേഞ്ചിൽ ഡാറ്റാസ് കിട്ടുന്നുണ്ട്. വൈഫൈക്ക് ഒരു ലിമിറ്റേഷൻസ് ഇല്ലേ, പക്ഷെ ഇത് ലോങ് റേഞ്ചിൽ നമുക്ക് ഡാറ്റ കിട്ടും. അതാ ഞാൻ പറഞ്ഞ നേരത്തെ, ഇതെന്ന് പറഞ്ഞാൽ സിറ്റി, വലിയ വലിയ സിറ്റീസ്, ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഡാറ്റ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു വൈഡ് ഏരിയനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ IEEE 802.16 ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈഫൈയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് IEEE 802.11 ആയിരുന്നു, ഇവിടെ 16 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ ഫ്ലെക്സിബിൾ ബാൻഡ് വിഡ്ത്ത് അലോക്കേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി PYQ. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ കംപ്ലീറ്റ് യൂണിറ്റില്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്താന്നുള്ളത് ഓർമ്മയില്ലേ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്, അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അപ്ലിക്കേഷൻസും. എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വിത്ത് ഫിഗർ നമുക്കത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിന്റെ ഒരു ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വിത്ത് ഫിഗർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, എന്താണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, അതിന്റെ ഫിഗർ വരയ്ക്കുക. ദെൻ അഡ്വാൻറ്റേജസ് ചെയ്ത, ഡിസ്അഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻസ്. December 2022 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ എന്താണ് GPRS, എന്താണ് GPRS എന്നുള്ളത് നമ്മൾ പഠിച്ച റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ ഫീച്ചേഴ്സും ചോദിക്കുന്നുണ്ട്. അതേപോലെ സർവീസസും, അത് രണ്ടും നമ്മൾ ഇന്ന് പഠിച്ചു അല്ലെ. ഇത് December 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് GPRS എന്നുള്ളത് എഴുതണം, അതിന്റെ ഫീച്ചേഴ്സ് എഴുതണം, അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ദെൻ LTE. ഓക്കെ, ലോങ് ടേം
ഇവാലുവേഷൻ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള അതെന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, ഇതും December 22 ചോദിച്ചതാണ്. ദെൻ 2024 ചോദിച്ചിട്ടുള്ളതാണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. മൾട്ടിപ്ലക്സിങ് നമുക്ക് 3 ടൈപ്പ് ഇല്ലേ, ടൈപ്പും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ഏതാ ചോദിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ കൊല്ലം ഓരോന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിത്ത് ഫിഗർ, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, അപ്ലിക്കേഷൻസ് ചോദിക്കുമ്പോൾ എസ് എ ടൈപ്പ് അല്ലേ ചോദിക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് എഴുതാൻ പറ്റണം. ഓക്കെ. ദെൻ എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്താണ് ഈ മൊബിലിറ്റി എന്നുള്ള വേർഡൊക്കെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് ഏത്, എന്നിട്ട് അതിന്റെ ഫീച്ചേഴ്സ്. ഇത് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മളിത് കംപ്ലീറ്റ് ആയി, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.